നമസ്കാരം. ഏത് സമയത്തും അത് അസമയമായാലും ആപത്തിലും പരിഭ്രാന്തിയിലും പെടുന്ന പൊതുജനങ്ങൾക്ക് ഏത് നിമിഷവും ആശ്രയിക്കാവുന്ന തണലാണ് കേരള പോലീസ്. ഈ വാചകം യാഥാർത്ഥ്യമാവുന്ന ഒരു അനുഭവക്കുറിപ്പ് സാമൂഹിക മാധ്യമത്തിൽ ശ്രദ്ധ നേടുകയാണ്. കനത്ത മഴയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതുമായ അർദ്ധരാത്രിയിൽ മൂന്നാം കുറ്റിയിൽ കുടുങ്ങിപ്പോയ കേന്ദ്ര GST ഉദ്യോഗസ്ഥന് താങ്ങായി മാറിയ സംഭവം പോലീസുകാരനായ ദിലീപ് രാജുദത്തനാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചത്. 2026 മെയ് 29 നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിയിലായിരുന്നു ദിലീപ് രാജും സഹപ്രവർത്തകരും. കനത്ത മഴയുള്ള ആ രാത്രിയിൽ വെളുപ്പിന് ഏകദേശം 2 മണിയോടെ സ്റ്റേഷൻ ജീപ്പിലെ ടാബിലേക്ക് നീഡ് പോലീസ് ഹെൽപ്പ് എന്നൊരു സന്ദേശം എത്തുകയായിരുന്നു. സാധാരണയായി വീട്ടുവഴക്കുകളോ മറ്റടിയന്തര സാഹചര്യങ്ങളോ സന്ദേശമായി വരാറുള്ള ടാബിൽ ഇത്തരമൊരു സന്ദേശം കണ്ടതോടെ പോലീസുകാർ ഉടനടി ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. മൂന്നാംകുറ്റി ജംഗ്ഷനിൽ നിൽക്കുകയാണെന്നും വീട്ടിലെത്തിക്കാൻ സഹായിക്കണം എന്നുമായിരുന്നു ഫോൺ എടുത്തയാളുടെ ആവശ്യം. ആ സമയത്ത് ഇത്രയും കനത്ത മഴയത്ത് ആരാണെന്ന് കൗതുകത്തോടെയും ജാഗ്രതയോടും കൂടി പോലീസ് സംഘം 2 കിലോമീറ്റർ അകലെ നിന്ന് നിമിഷങ്ങൾക്കകം മൂന്നാംകുറ്റിയിലേക്ക് കുതിച്ചെത്തി. മൂന്നാംകുറ്റിയിൽ എത്തിയപ്പോൾ കറണ്ട് ഇല്ലാതെ പ്രദേശം മുഴുവൻ ഇരുട്ടിലായിരുന്നു. തെരുവിൽ ആരും ഉണ്ടായിരുന്നില്ല. മഴ ശക്തമായതോടെ ഭയം തോന്നിയാണ് പോലീസിന്റെ 112 എന്ന നമ്പറിലേക്ക് വിളിച്ചതെന്ന് കടത്തിണയിൽ നിലയുറപ്പിച്ചിരുന്ന യാത്രക്കാരൻ പോലീസിനോട് പറഞ്ഞു. പോലീസുകാർ ഇയാളെ ജീപ്പിൽ കയറ്റി. സംസാരിച്ചതിൽ നിന്നും വേഷവിധാനത്തിൽ നിന്നും ഇയാളൊരു ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലായി. ചെന്നൈയിൽ സെൻട്രൽ GST ഉദ്യോഗസ്ഥനായി ഇദ്ദേഹം ലീവിന് നാട്ടിലേക്ക് വരുന്ന വഴി മഴ കാരണം ട്രെയിൻ വൈകിയാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. അവിടെ നിന്ന് ബസ്സിൽ മൂന്നാംകുറ്റിയിൽ ഇറങ്ങിയെങ്കിലും കനത്ത മഴയും ഇരുട്ടും കാരണം വീട്ടിലെത്താൻ വഴിയില്ലാതെ കടത്തിണയിൽ അഭയം പ്രാപിക്കുകയായിരുന്നു. തുടർന്ന് പോലീസുകാർ ഇദ്ദേഹത്തെ സുരക്ഷിതമായി വീട്ടുപടിക്കൽ എത്തിച്ചു. പോലീസിന്റെ സന്ദർഭോചിതമായ ഇടപെടലിനും സഹായത്തിനും നന്ദി പറഞ്ഞാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയത്. ഏത് അസമയത്ത് വിളിച്ചാലും വിളിപ്പുറത്ത് പോലീസ് ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആ യാത്രക്കാരൻ എമർജൻസി നമ്പറായ 112 വിളിച്ചതെന്ന് ദിലീപ് രാജു കുറിക്കുന്നു. അത് ഏത് സമയത്തും, അത് പകലായാലും രാത്രിയായാലും പൊതുജനങ്ങളുടെ സഹായത്തിന് ഞങ്ങൾ റോഡിലുണ്ട്. നിങ്ങളുടെ ഏത് സഹായത്തിനും സംരക്ഷണത്തിനും വിളിക്കൂ 112. ഞങ്ങളല്ലാതെ പിന്നെ ആര് എന്ന വാക്കുകളോടെയാണ് ആ പോലീസുകാരൻ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പോലീസിന്റെ ഈ നന്മ നിറഞ്ഞ പ്രവൃത്തിക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയും പ്രശംസയുമാണ് ലഭിക്കുന്നത്. ദിലീപ് രാജ് ദത്തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ ഒരു കഥ ചൊല്ലട്ടുമാ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ ആ അനുഭവം വിവരിക്കുന്നത്. 29/5/2026 നൈറ്റ് പെട്രോൾ ഡ്യൂട്ടി. നല്ല മഴയുള്ള രാത്രിയിൽ ഏകദേശം വെളുപ്പിന് 2 മണിയോടെ അടുത്ത സമയം സ്റ്റേഷൻ ജീപ്പിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ടാബിലേക്ക് മെസ്സേജ് നീഡ് ഹെൽപ്പ് എന്നായിരുന്നു മെസ്സേജിന്റെ ഉള്ളടക്കം. മൂന്നാംകുറ്റി ജംഗ്ഷനിൽ നിൽക്കുകയാണെന്നും അയാളെ വീട്ടിൽ കൊണ്ടുവിടണമെന്നുമായിരുന്നു ആവശ്യം. സാധാരണ വീടുകളിൽ നടക്കുന്ന വഴക്കുകളെ സംബന്ധിച്ചും അല്ലാതെ മറ്റെന്തെങ്കിലും ഉപദ്രവങ്ങളെ സംബന്ധിച്ചുമുള്ള മെസ്സേജുകൾ വരുന്നിടത്താണ് ഇങ്ങനെയൊരു ആവശ്യം വന്നത്. എന്തായാലും എന്തു പറ്റി എന്നുള്ള സംശയം തോന്നി. വളരെ വേഗത്തിൽ 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തി. ആ സമയത്ത് നടന്ന കാര്യങ്ങളും തുടർന്നുള്ള പോസ്റ്റിൽ പറയുന്നുണ്ട്. വളരെ പ്രശസ്തമായ വാഴ 2 എന്ന സിനിമയിലെ ഡയലോഗ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. നമ്മളല്ലാതെ പിന്നെ ആര്? എന്തായാലും കേരള പോലീസിന് വീണ്ടും ഒരു ബിഗ് സല്യൂട്ട് പറയുകയാണ് അനുഭവസ്ഥർ.